ദുഃഖവെള്ളി. ഈശോ കുരിശിൽ മരിച്ച ദിവസം ഈ ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവൻ മരത്തോട് ചേർത്ത് വച്ച് തൻ്റെ കൈകാലുകളിൽ ആണികൾ അടിച്ചു കയറ്റുമ്പോൾ അവൻ്റെ നിണം വീണ മണ്ണിലാണ് നമ്മളിരിക്കുന്നത്. അവൻ്റെ ചിതറിയ ശരീരവും ചിന്തിയ രക്തത്തിൻ്റെയും കീഴിലിരുന്ന് ധ്യാനിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഒന്ന്, നീതിയുടെ ഫലമാണ് സമാധാനം. ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ നീതിരഹിതമായ മരണമാണ് പീലാത്തോസ് ക്രിസ്തുവിന് വിധിച്ചത്. ഓർക്കുക, പീലാത്തോസ് അങ്ങനെ വിധിക്കുമ്പോൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ നിയമസംഹിതകളാണ് ഏറ്റവും ഉന്നതം എന്ന് കരുതിയിരുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഗ്രീക്ക് ഫിലോസഫി ഏറ്റവും ഉന്നതമായി കരുതുകയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് പീലാത്തോസ് ഈ വിധിവാചകം ഉച്ചരിക്കുന്നത്. മാത്രമല്ല, യഹൂദ മതാചാരങ്ങൾ അതിൻ്റെ അനുഷ്ഠാന ഭംഗികളിലൂടെ ഏറ്റവും വലുതാണെന്നും ഏറ്റവും ഉന്നതമാണെന്നും കരുതിയിരുന്നിടത്താണ് യഹൂദ മതത്തിൻ്റെ മേധാവികൾ തന്നെ അവനെ കൊലയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. എല്ലാം ഉന്നതമാണെന്ന് കരുതുന്നിടത്ത് വലിയ അനീതി നടക്കുന്നു. എപ്സ്റ്റൈൻ ഫയലുകളെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എന്തൊരു മോശം കഥകളാണ്. സമൂഹത്തിലെ ഏറ്റവും ഉന്നതരായവർ, രാഷ്ട്രത്തലവന്മാർ, വലിയ വലിയ സയൻറ്റിസ്റ്റുകൾ, ബിസിനസ്സുകാർ, ഇങ്ങനെ സമൂഹത്തിൻ്റെ ആദരം നിരന്തരം പിടിച്ചു വാങ്ങുന്നവരാണ് ഈ എപ്സ്റ്റൈൻ ഫയലുകൾക്കിടയിൽ ഒളിഞ്ഞിരുന്ന് ഏറ്റവും സാധുക്കളായ, പാവപ്പെട്ട, ദരിദ്രരായ പിഞ്ചു കുഞ്ഞുങ്ങളെ ലൈംഗികമായി ദുരുപയോഗിച്ചിട്ടുള്ളത്. ഈ ദുരന്തത്തെ, ഈ ലോക മനസാക്ഷിയെ നോവിക്കുന്ന ഈ ദുരന്തത്തെ ഒരു വേള മറച്ചു പിടിക്കാൻ, അതിനെ അതിജീവിക്കാനുള്ളൊരു അവസരമായി ഒരു യുദ്ധം മാറുകയാണ്. ഇങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ, ലോകത്തിൻ്റെ ഒരു ഭാഗം കത്തി അമരുമ്പോൾ മനുഷ്യർക്ക് എങ്ങനെയാണ് ഈസ്റ്റർ ആഘോഷിക്കാൻ പറ്റണത്? എന്നിട്ടും ഭരണാധിപന്മാർ കള്ളം പറയും. എന്നിട്ടും ട്രംപന്മാർ വീണ്ടും വീണ്ടും അഹങ്കാരം കൊണ്ട് സ്വന്തം പൊങ്ങച്ചങ്ങൾ ഉറക്കെ ഉറക്കെ പ്രഘോഷിച്ചുകൊണ്ടിരിക്കും. അവർ പറയുന്ന വെളിവുകേടുകളിലൂടെ ഇന്നും വഴിയിൽ കുഞ്ഞുമക്കൾ ജനിക്കുന്നുണ്ട്. പെരുവഴിയിൽ നിറവയറുമായി ജോസഫും മേരിയും ഇന്നും നടക്കുന്നുണ്ട്. ഈ ഭരണത്തിൻ്റെ അധിപന്മാർ നടത്തുന്ന ഇത്തരം അവസരവാദങ്ങളിൽ അനീതി തുടർച്ചയായി വരുന്നു. അനീതിയെ എങ്ങനെയാണ് ജയിക്കുന്നത്? സത്യം കൊണ്ട്, നീതി കൊണ്ട്. സത്യം കൊണ്ടാണ് അനീതിയെ ജയിക്കേണ്ടത്. സത്യമാണ് ക്രിസ്തു. എന്താണ് സത്യമെന്ന് ചോദിക്കുമ്പോൾ അവൻ നടുനിവർത്തി നിൽക്കും. അവൻ്റെ നട്ടെല്ല് വളഞ്ഞിട്ടില്ല. അവൻ കുരിശിൽ കിടക്കുന്നത് ഈ നട്ടെല്ലുള്ളത് കൊണ്ടാണ്, ഒരിടത്തും കുനിയാത്തത് കൊണ്ടാണ്. ആ കുറുക്കനോട് പോയി പറഞ്ഞേക്കുമെന്ന് പറയാനുള്ള ആർജവം അവൻ ജീവിതത്തിൽ പുലർത്തിയത് കൊണ്ടാണ് കുരിശിൽ കിടന്ന് പിടയ്ക്കുന്നത്. പക്ഷേ സത്യം അതെന്നും ജയിക്കും. പൊള്ളയായ അസത്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നീതി ഉണ്ടാക്കാൻ പറ്റില്ല. നീതിയില്ലാതെ സമാധാനം ഉണ്ടാകില്ല. കണ്ണിന് പകരം കണ്ണായി കഴിഞ്ഞാൽ എങ്ങനെയാണ് സമാധാനം പുലരുക? എല്ലാവരും കുരുടന്മാരായി മാറും. ശത്രു എവിടെയും ശത്രു, എങ്ങോട്ട് തിരിഞ്ഞാലും ശത്രു. ഇനി അടുത്തത് ആരെയാണ് ശത്രു ആക്കേണ്ടതെന്ന് അറിയാൻ നോക്കി നിൽക്കുകയാണ്. ഇത്
ഇത് അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ ഇറാൻ്റെയോ കഥ മാത്രമല്ല, ഇത് നമ്മുടെ ഓരോരുത്തരുടെയും കഥയാണ്, നമ്മുടെ കുടുംബങ്ങളിലെ കഥയാണ്. ഞാൻ മാത്രമാണ് ശരിയെന്ന് കരുതുന്നിടത്ത്, എൻ്റെ ശരികൾ മാത്രമാണ് നീതി എന്ന് കരുതുന്നിടത്ത്, സത്യത്തെ മറച്ചു വയ്ക്കുന്നിടത്ത്, പൊള്ളയായ അസത്യങ്ങളെ സത്യമാണെന്ന് വിളിച്ചു പറയുന്നിടത്തൊക്കെ സമാധാനം ഉണ്ടാവില്ല. സമാധാനം ഉണ്ടാവണമെങ്കിൽ ക്ഷമ വേണം. അവൻ കുരിശിൽ കടന്നിട്ട് പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ. അത് അനീതിക്ക് വേണ്ടിയുള്ള ഒരു സഹായം ചെയ്തു കൊടുക്കലല്ല. ക്ഷമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് അനീതിയെയും സ്വീകരിക്കുക എന്നല്ല അർത്ഥം, മറിച്ച് അനീതിയുടെ മേൽ വെള്ളമൊഴിക്കുകയാണ്. അത് ശാന്തമാകാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുകയാണ്. ക്ഷമിക്കുക, പൊറുക്കുക. അറിവില്ലായ്മ കൊണ്ട് മനുഷ്യർ ചെയ്യുന്ന തെറ്റുകളെ പൊറുക്കുമ്പോഴാണ് സമാധാനം പുലരുക. സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി മനുഷ്യൻ തന്നെ നടുനിവർത്തി നിൽക്കുമ്പോഴാണ് സമാധാനം ഉണ്ടാകുക. കാരണം സത്യമാണ് അവസാനം വിജയിക്കുക. രണ്ടാമതായിട്ട് ഈ കുരിശിൻ്റെ ചുവട്ടിലിരുന്ന് ധ്യാനിക്കുന്നത് ത്യാഗമാണ്, സ്നേഹമെന്നാണ്. എവിടെയാണോ സ്നേഹമുള്ളത്, യഥാർത്ഥ സ്നേഹമുള്ളത്, കപടതയില്ലാത്ത സ്നേഹമുള്ളത്, അവിടെ ത്യാഗമുണ്ടാവും, മുറിവുണ്ടാവും. അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലെ സകലരും സ്നേഹിക്കുന്നത്. ആഴത്തിലുള്ള സ്നേഹം മുറിവുകളെ ചിലപ്പോൾ തുറന്നു കാണിക്കും. അല്ലെങ്കിൽ നമ്മൾ അവനവനെ മാത്രം നോക്കി നടക്കും. എൻ്റെ സ്വാർത്ഥതയ്ക്ക്, എൻ്റെ ആഘോഷങ്ങൾ, എൻ്റെ പാർട്ടികൾ, അതല്ല, അപരന് വേണ്ടി ശരിക്കും മുറിയപ്പെടാൻ നീ തയ്യാറാകുമ്പോൾ അവിടെ സ്നേഹം വളരും. ക്രിസ്തു നമുക്ക് വേണ്ടി മുറിയപ്പെട്ടവനാണ്, അവസാനത്തോളം മുറിയപ്പെട്ടവൻ. സ്വാർത്ഥത നമ്മെ കീഴടക്കുമ്പോൾ കുഞ്ഞുണ്ണി മാഷ് പാടിയൊരു കവിത പോലെ, ഞാൻ എൻ്റെ കാലിൽ മാത്രം നടക്കുന്നത് കൊണ്ട് എന്നിൽ തുടങ്ങി, എന്നിൽ കുടുങ്ങി, എന്നിൽ ഒടുങ്ങുന്ന നിസ്സാരരായിത്തീരുന്നു എന്നതാണ് സത്യം. നമുക്ക് പുറത്തേക്ക് പോകണം. നമുക്ക് കുറച്ചുകൂടി ത്യാഗത്തോടെ സ്നേഹിക്കുന്നവരായിത്തീരണം. നോർമ ഹാർബറിൻ്റെ ഒരു കവിതയുണ്ട്, കമ്പാഷൻ. പരിശുദ്ധ അമ്മയെ പറ്റിയാണ്. അതിൻ്റെ ഇതിവൃത്തം എങ്ങനെ? പരിശുദ്ധ കന്യാമറിയത്തെ ദുഃഖ വെള്ളിയാഴ്ച കാണുന്നില്ല. ഈശോയെ സംസ്കരിച്ചതിന് ശേഷം പരിശുദ്ധ അമ്മയെ അന്വേഷിച്ച് നടക്കുകയാണ്. നേരത്തെ ഓടിപ്പോയ ശിഷ്യന്മാരൊക്കെ അമ്മയെ കാണാനില്ല. ഒടുവിൽ അവർ അമ്മയെ കണ്ടെത്തുന്നുണ്ട്. എവിടെയാണെന്നറിയോ? യൂദാസിൻ്റെ വീട്ടിൽ യൂദാസിൻ്റെ അമ്മയെ ആശ്വസിപ്പിച്ച് പരിശുദ്ധ അമ്മ ഇരിക്കുകയാണ്. തൻ്റെ മകനെ ഒറ്റിക്കൊടുത്ത ശിഷ്യൻ്റെ വേർപാടിൽ വേദനിക്കുന്ന ഒരമ്മയുടെ അരികിലേക്ക് ഓടിയെത്തുന്ന പരിശുദ്ധ കന്യാമറിയം. സ്നേഹം ഇങ്ങനെയാണ്, സ്നേഹം ഇങ്ങനെയാണ്. അതിൽ നിറയെ ത്യാഗത്തിൻ്റെ ദിവ്യകാരുണ്യ കഷ്ണങ്ങളുണ്ട്. നമുക്ക് കുറച്ചുകൂടി സ്നേഹമുള്ളവരായിത്തീരാം. ഈ കുരിശിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ മൂന്നാമതായി ധ്യാന വിഷയമാക്കുന്നത് വിശ്വാസത്തിൻ്റെ ഫലം കൂട്ടാണ് എന്നാണ്. എന്താണ് ഈശോയുടെ വിശ്വാസം? ഒരപ്പൻ കൂട്ടുണ്ടെന്ന്, സ്വർഗസ്ഥനായ ഒരപ്പൻ കൂട്ടുണ്ടെന്ന് ഈശോ പറഞ്ഞതായിട്ട് ബൈബിളിൽ പറയുന്ന ആദ്യത്തെ വചനത്തിൽ ഈ അപ്പനെ പറ്റിയുണ്ട്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകേണ്ടതല്ലയോ? അവസാനത്തെ വചനത്തിൽ, പിതാവേ, എൻ്റെ ആത്മാവിനെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവസാനത്തെ വാക്കുകൾക്കിടയിൽ, ഈ രണ്ടപ്പനുകളികൾക്കിടയിൽ ഈശോയുടെ ജീവിതം നിൽക്കുകയാണ്. സ്വർഗസ്ഥനായ അപ്പനെ പറ്റിയുള്ള
വിശുദ്ധ വിചാരം അവൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞ ക്രിസ്തുവിനറിയാം താൻ അനാഥനല്ലെന്ന്. കാരണം ജ്ഞാനസ്നാനവേളയിൽ സ്വർഗം തുറന്ന് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. പലയാവർത്തി അവൻ്റെ പ്രാർത്ഥനകളിൽ അവൻ കേട്ടിട്ടുണ്ടാകും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. സ്വർഗം തുറക്കുന്നുണ്ട്. ഈ അപ്പനെ പറ്റിയുള്ള ഗാഢമായ ചിന്ത മകനുണ്ട്. ഈ അപ്പൻ തന്നെ കൈവിടില്ല. അബ്രാഹത്തിൻ്റെ കഥയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വിശ്വാസികളുടെ പിതാവാണ് അബ്രാഹാം തനിക്ക് തൻ്റെ ഏക മകനെ ബലിയർപ്പിക്കാനായിട്ട് മോറിയ മലയിലേക്ക് കയറുമ്പോൾ കുഞ്ഞു ചോദിക്കുന്നുണ്ട്, അപ്പം തീയും വിറകുണ്ടല്ലോ, ബലിവസ്തു എവിടെ? ദൈവം തരും മോനെ, ദൈവം തരും. ഇത് അബ്രാഹത്തിൻ്റെ വിശ്വാസമാണ്. ദൈവം തന്നു. ദൈവം ആ മുൾപടർപ്പിൽ ഉടക്കിയിരിക്കുന്ന കുഞ്ഞാടിനെ ബലിയർപ്പിക്കാനായിട്ട് അബ്രാഹത്തിൻ്റെ വിറക് മരത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ കുരിശുമരത്തിലേക്ക് മുൾമുടി ചാർത്തി മറ്റൊരു ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ സ്വർഗസ്ഥനായ അപ്പൻ വിട്ടുകൊടുക്കുന്നുണ്ട്. പക്ഷേ അപ്പൻ കൂടെയുണ്ട്. ഈ ദിവസങ്ങളിൽ കേട്ട ഏറ്റവും പ്രസിദ്ധമായ ഒരു പാട്ടാണ് പപ്പ ഉത്തേ പപ്പ. ആഫ്രിക്കൻ പോപ്പ് ഗായകനാണ്, ബെൽജിയംകാരൻ സ്ട്രോമിയ. അയാളുടെ ഒരു പാട്ടാണ് പപ്പ ഉത്തേ പപ്പ. പപ്പ ഉത്തേ ഡാഡി വേറെ അറിയൂ. ഇത് അയാൾ ചുമ്മാ എഴുതിയതല്ല, മറിച്ച് റുവാണ്ടൻ കലാപത്തിൽ 1994 സ്വന്തം അപ്പനെ കാണാതായിപ്പോയ ഒരു മകൻ്റെ ജീവചരിത്രത്തിൽ നിന്ന് ചോര പൊടിയുന്ന ഓർമ്മയിലാണ് ഈ പാട്ടെഴുതുന്നത്. പപ്പ ഉത്തേ ഡാഡി വേറെ അറിയൂ. അപ്പൻ എന്തേ എന്ന നിലവിളിയുണ്ട്. എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? അപ്പൻ എന്തേ? അപ്പൻ കൂടെയുണ്ട്. അപ്പൻ അകലെയല്ല, ഉള്ളിലാണ്. നമ്മുടെ വേദനയിൽ, നമ്മുടെ സങ്കടങ്ങളിൽ, നമ്മുടെ തകർച്ചകളിലൊക്കെ നമ്മൾ ചിലപ്പോൾ കരുതും, ദൈവമേ നീ എവിടെയാണ്? എൻ്റെ കൂടെ നടക്കേണ്ട അപ്പൻ എന്തേ? അപ്പൻ കൂടെയുണ്ട്. നാസി തടങ്കൽ പാളയത്തിൽ കടന്ന ദൈവശാസ്ത്രജ്ഞനായ ബെനോഫർ അദ്ദേഹം ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്, ദൈവം എവിടെയാണ്? നാസികളുടെ അതിക്രൂരതയിൽ പടഞ്ഞു മരിക്കുന്ന മനുഷ്യരുടെ വേദനകൾക്കിടയിൽ ദൈവം എവിടെയാണെന്ന് തെരഞ്ഞ് ഈ മനുഷ്യൻ തടവറയുടെ ഏകാന്തതയിൽ കണ്ടെത്തുന്നുണ്ട്, ദൈവം കഴുമരത്തിലാണ്, ദൈവം കുരിശിലാണ്. ഈ സ്വർഗസ്ഥനായ അപ്പൻ കുരിശിലാണ്. അവൻ ആ മകനെ പിന്നിൽ നിന്ന് താങ്ങി പിടിച്ചിട്ടുണ്ട്. എൻ്റെ മകനെ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ ഉപേക്ഷയല്ല അത്, ദൈവം കൂടെ നടക്കുന്നതാണ്. നമുക്ക് കാണണമെന്നില്ല, നിശബ്ദനാണ്, പക്ഷെ ദൈവം കൂടെയുണ്ട്. ഈ കുരിശ് നൽകുന്ന ഏറ്റവും വലിയൊരു ഉറപ്പാണത്. വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഉറപ്പ്, ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഞാൻ ചുരുക്കുകയാണ്. 3 കൊച്ചു കാര്യങ്ങളാണ് ഞാൻ പങ്കുവച്ചത്. ഒന്നാമതായിട്ട് നീതിയുടെ ഫലമാണ് സമാധാനം. രണ്ടാമതായിട്ട് ത്യാഗത്തിൻ്റെ ഫലമാണ് സ്നേഹം. മൂന്നാമതായിട്ട് വിശ്വാസത്തിൻ്റെ ഫലമാണ് കൂട്ട്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.